പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചു നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി. ഞാൻ വരുന്നത് സെൻറ്റ് ജോസഫ് ചർച്ച് കൊറ്റമം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ പറഞ്ഞാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഉടമ്പടിയോടൊന്നും ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞാണ് എനിക്ക് മാതാവിൽ കൂടുതൽ താല്പര്യം വരെയും ഉടമ്പടി എടുക്കാൻ ആഗ്രഹം തോന്നുകയും ചെയ്തത്. 2023 നവംബർ 11 ഞാൻ ആദ്യമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ OET എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു, ധ്യാനം കൂടുമായിരുന്നു. ആ സമയത്ത് മൂന്ന് അറ്റംപ്റ്റ് ഞാൻ ചെയ്തു OET, പക്ഷെ ഞാൻ ഫെയിൽഡായി. പിന്നെ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ തന്നെ ജോലിക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ നല്ലൊരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറി. പക്ഷേ അവിടുത്തെ ജോലി വളരെ ഭാരമായിരുന്നു. അങ്ങനെ ജോലി നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മാതാവ് എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് വന്നു. എൻ്റെ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞ് മാൽദീവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ വേക്കൻസി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ, അവിടെ ഇങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ചേച്ചി വഴി ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് തന്നെ വിളിച്ചു. ഫസ്റ്റ് കോളായിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അവരന്ന് വൈകുന്നേരം പറഞ്ഞു ഇയാൾ ഫെയിൽഡാണ്, ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാലും അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നു. മാതാവിനോട് ഈശോടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. അത് കഴിഞ്ഞൊരു 3-4 ദിവസം ഒരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർ വീണ്ടും നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ നാട്ടിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ആർക്കും കിട്ടേണ്ടതല്ല. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയിലാണായതുകൊണ്ട് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ രണ്ടാമതൊരു ഓപ്ഷൻ കളഞ്ഞെടുത്തുനിന്ന് എനിക്ക് തിരിച്ച് കിട്ടുകയും ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും എല്ലാവർക്കും 1 മാസം കൊണ്ട് കിട്ടേണ്ട ഓഫർ ലെറ്റർ എനിക്ക് 1 ദിവസം കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പം തന്നെ അവരെനിക്ക് ഓഫർ ലെറ്റർ പ്രിൻ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിലേയും ഉണ്ടായിട്ടില്ല. കുറേ പേരുടെ ഇടയ്ക്കിടയ്ക്ക് ഇത് നിന്ന് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കൊരു ഡിലേയും വന്നില്ല. വിത്തിൻ 2 to 3 monthsനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് ഈശോയെ ശരിയാക്കി തന്നു. 3 മാസത്തിനുള്ളിൽ ഞാൻ മാൽദീവ്സിന് പോയി. ഇപ്പം ഞാൻ മാൽദീവ്സിൽ വർക്ക് ചെയ്യുവാണ്. അവിടെ ചെന്നിട്ടായാലും എപ്പോഴും മാതാവ് ഈശോയെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മച്ചി ഇവിടെ നിന്ന് പോയപ്പം എനിക്ക് തന്നു വിട്ടത് മാതാവിന് ഈശോനെയായിരുന്നു. എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും ഉണ്ടായിരുന്നു. ഇവിടെ നാട്ടിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. മാൽദീവ്സിൽ ചെന്നപ്പോൾ അവിടെ 3 monthsനുള്ളൊരു എക്സാം നമുക്ക് എഴുതിയെടുക്കണം, എന്നാലും അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിൽഡായി. അപ്പോൾ എൻ്റെ കൂട്ടത്തിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളപ്പം 3rd അറ്റംപ്റ്റ് ഫെയിൽഡായി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് 6th അറ്റംപ്റ്റ് പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അവരവിടെ നിന്ന് തിരിച്ചു വിടും. 2ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ പോകുന്ന സമയത്ത് അവളെക്കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു. അവൾക്ക് മാതാവിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഈശോയിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു അത്. പക്ഷെ അവളെക്കൊണ്ട് ഞാൻ മാതാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ പോലെ അവൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എക്സാം എഴുതുന്ന സിസ്റ്റത്തിൻ്റെ താഴത്ത് ഉപ്പിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ ചെയ്തു, ഞാനും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ എക്സാം പാസ്സായി. അവളുടെ 4th അറ്റംപ്റ്റ് ഞങ്ങൾ 2 പേരും ജസ്റ്റ് പാസ്സിനാണ്. 2 പേരും, എനിക്ക് 60, അവൾക്ക് 61, അങ്ങനെയാണ് പാസ്സായത് ഞങ്ങൾ 2 പേരും. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നു. എനിക്ക് അവിടെ വെച്ച് ഒരു മാസം 2 മാസം മുന്നേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിലും ഫുള്ള് ചെറിയ കുരുക്കൾ വരെയും ഭയങ്കര ഇച്ചിങ്, കൈമയും കാലുമേയും മാത്രം. നമുക്ക് ഡ്യൂട്ടി സമയത്ത് പോലും എനിക്ക് അനങ്ങാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര ഇച്ചിങ് ആയിരുന്നു. കൈ മൊത്തം കുരുക്കളായിരുന്നു. ഒരു റീസണും വരുന്നില്ല. 2 പ്രാവശ്യം ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. അവർ ഓരോ ക്രീമുകൾ തന്നു. അതൊക്കെ വാങ്ങിച്ച് പറ്റി. എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒക്ടോബർ 28 ആ 28 എനിക്ക് എൻ്റെ അസുഖം മാറ്റി തരുവാണ്. എനിക്ക് യൂട്യൂബ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ അത് നിർത്തിക്കോളാം മാതാവിന് വേണ്ടിയിട്ട്, അതിന് പകരം ഞാൻ പ്രാർത്ഥിച്ചോളാം ആ സമയത്തൊക്കെ. അങ്ങനെ പ്രാർത്ഥിച്ച് 28 എനിക്കൊരു ഓപ്ഷൻ കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്കൊരു ഫിസീഷ്യനെ കാണാൻ തോന്നി. അങ്ങനെ വെറുതെ പോയി ഒരു ഫിസീഷ്യനെ കണ്ടു. ഫിസീഷ്യനെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇയാൾ ഒരു മെഡിസിൻ കൊടുക്കണ്ട, ഇയാൾ യൂസ് ചെയ്യാൻ ലോഷൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ചൊറിച്ചിലുണ്ടായിട്ടില്ല. ആ അസുഖം അങ്ങനെപ്പാടി മാറി. പിന്നെ ഞാൻ പറ്റിയേക്കുന്ന മാതാവിൻ്റെ തൈലവും ഉപ്പും മാത്രമേ ഞാൻ മെഡിസിനായിട്ട് എടുത്തിട്ടുള്ളൂ. എൻ്റെ ഉള്ളിലേക്ക് വേറെ ഒരു മെഡിസിനും ചെന്നിട്ടില്ല. ഇന്നേ വരേക്കും എനിക്ക് പിന്നെ ആ അലർജി അസുഖം വന്നിട്ടില്ല. അതിന് ഞാൻ മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയണു.
ആനുവൽ ലീവിന് വരാൻ നാട്ടിൽ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഈ ജാനുവരിയിൽ എൻ്റെ ചേച്ചിയും ഞാനും കണ്ടിട്ട് 2-3 വർഷമായി പരസ്പരം കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ലീവിന് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ജൂനിയർ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലീവൊക്കെ ഓൾറെഡി സാങ്ഷനായി കിടക്കുമായിരുന്നു. എനിക്കിപ്പോൾ ലീവ് കിട്ടില്ലായിരുന്നു. 1 മന്തിൽ ഒരാളെ മാത്രമേ വിടുള്ളൂ. പക്ഷെ മാതാവിനെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, മാതാവേ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നീ എൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജനുവരിയിൽ എനിക്ക് വീട്ടിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് ഒരു ഒക്ടോബർ ആയപ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്ത വാർഡ് ക്ലോസ് ചെയ്തു. ഞങ്ങൾക്കൊരു മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അത് ക്ലോസ് ചെയ്തു. അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിട്ടു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പം ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് ഡിസംബർ ലീവിന് പോകണമെന്ന്. പക്ഷേ സൂപ്പർവൈസർ പറഞ്ഞു, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരാളും പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റില്ല. നെക്സ്റ്റ് വീക്കാണ് എന്നെ ഈ വാർഡിലേക്ക് വിടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നിമ്മി അന്ന് ആനുവൽ ലീവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ വാർഡിൽ ചെന്നിട്ട് നിമ്മി അത് അപ്ലൈ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ആ ലീവിന് വേണ്ടി മാത്രം എന്നെ വാർഡിലേക്ക് വിട്ടു, ആ വാർഡിലേക്ക്. കാരണം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചെന്നെ പഴയ വാർഡിലേക്ക് വിട്ടു. അവിടെ മൊത്തം 4 പേര് ലീവിന് പോകാനുണ്ടായിരുന്നു. സത്യമായിട്ടും ആ 1 മാസത്തേക്ക് മാതാവ് എനിക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം പറയില്ലായിരുന്നു. ഷുവറാണത്. ചെറുതും വലുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ മാതാവിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ മനസ്സിലൊരു വചനമുണ്ട്, വിശുദ്ധ ലൂക്ക 18:27 വാക്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നു എന്നും ആ വചനം പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ആ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കും എല്ലാ മാസവും എൻ്റെ അമ്മച്ചിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ. അങ്ങനെ അമ്മച്ചി വൃദ്ധസദനത്തിലും അതുപോലെ പാവപ്പെട്ടവർക്ക് പൊതിച്ചോറായിട്ടും പൈസ കൊടുത്തും ഞങ്ങളുടെ അയൽവക്കത്ത് പാവപ്പെട്ട പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തും അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം വിധം ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാതാവ് ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 കോടിക്കണക്കിന് നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ പറയുന്നു. മർക്കോസ് 5:36 ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിമ്മി ജോസഫ് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചൊരു കാര്യം നല്ലൊരു ജോലിയാണ്. നല്ലൊരു ജോലി ലഭിച്ചു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായി. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവം നമ്മളെ ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. കൂടെ ദൈവം വരുന്നു, വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു. നിമ്മയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, അലർജിയുടെ സമയത്ത് മരുന്ന് ഉപയോഗിച്ചിട്ടും മാറാതിരിക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇതിന് ഉള്ളിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകണം. അപ്പോൾ ഉള്ളിൽ നിന്ന് തോന്നുകയാണ് ഇന്ന ഡോക്ടറിനെ കാണുക. അപ്പോൾ ആ ഡോക്ടർ ഒരു സൊല്യൂഷൻ പറയുന്നു. പിറ്റേ ദിവസം മുതൽ ചൊറിച്ചിലില്ല. അതിനു മുമ്പ് വരെ മരുന്ന് ഉപയോഗിച്ചിട്ടും ചൊറിച്ചിലായിരുന്നു. അതേപോലെ തന്നെ ലീവ് കിട്ടുന്ന കാര്യത്തിനാണെങ്കിലും ആ കൃത്യസമയത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുന്നു, ലീവ് സാങ്ഷൻ ആവുന്നു, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്ന അനുഭവമാണ് ഉടമ്പടി എടുക്കുന്ന മനുഷ്യർക്കെല്ലാം അനുഭവമായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.